സഹൃദയരെ, തെലുങ്ക് ദേശമൊട്ടാകെ വിറകൊള്ളിച്ച ജൂനിയർ എൻടിആറിന്റെ അഘോര ബ്രഹ്മാണ്ഡ പടമാണ് ഇന്ന് നമ്മൾ വർക്കാനെടുത്തിരിക്കുന്നത്. നമ്മൾ മലയാളികൾ വേണ്ടത്ര ശ്രദ്ധ ഈ പടത്തിന് കൊടുത്തില്ലെന്ന് തെലുങ്കന്മാർക്ക് ഒരേ പരാതി അങ്ങ് തീർത്തു കൊടുക്കുക. അപ്പൊ നമുക്ക് പടം തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു ബോംബ് കഥയായിട്ടാണ് ആരംഭിക്കുന്നത്. ഈ പടം ഒരു ബോംബായിരിക്കുന്ന ആദ്യമത്തിന്റെ ഡയറക്ടർ തന്റെ ബ്രില്യൻസ് ഉപയോഗിച്ച് പ്രേക്ഷകർക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഭാരതത്തിൽ വന്ന് വേൾഡ് കപ്പ് നടക്കാൻ പോകുകയാണ്. അവിടെ യതി എന്ന പേരിൽ ഒരു കുറുമ്പം ഗുണ്ട ബോംബ് വെച്ച് പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അവനെ എന്ത് വിലയും കൊടുത്ത് പൂടണമെന്നുള്ള നിഗൂഢ ലക്ഷ്യമായി കുറച്ച് പോലീസുകാർ കോപ്പർ സി അഥവാ ചെങ്കടൽ എന്ന പേരുള്ള ഒരു സ്ഥലത്ത് എത്തുന്നതിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. ആ നാടിന്റെ നാട്ടുകാരെയും കഥ ഒരു തള്ളിമൂപ്പനിരുന്ന് തള്ളി വെച്ചു കൊടുക്കുന്നതാണ് കഥയുടെ ആരംഭം. അപ്പൊ നിങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കണം. യതിയെ അന്വേഷിച്ച് ഇവർ എത്തുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്താണ്. ഇദ്ദേഹം പഴയ ഒരു പല്ലിപ്പോയ പുല്ലിങ്കോയാണ്. പണ്ട് കുറെ കള്ളത്തരമൊക്കെ കാണിച്ച ആളാണ്. എന്ന് കാണിക്കാൻ സൈഡിൽ ഒരു വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പല്ലിതിരി വെച്ച പുല്ലിങ്കയ്ക്ക് ഒറ്റ ഉപദേശമേ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഉപദേശമൊക്കെ ആയിട്ട് നേരെ ചെന്ന് കയറി കൊടുത്തത് ആദിപുരുഷില് രാവണനെ അഭിനയിച്ച് പൂര തെറിയായിട്ട് പ്രാന്തായി ടെൻഷൻ അടിച്ചിരിക്കണ സെയ്ഫ് അലംബ് ഖാന്റെ അടുത്തോട്ട്. പുള്ളി ഒറ്റയ്ക്ക് കസേരയിട്ട് ആടിയുടെ ചുമര് നോക്കി എന്ത് ചെയ്യണ കൈ അനങ്ങുന്നുണ്ടല്ലോ. അവിടെ കഞ്ചാവടിച്ച് കിളി പറഞ്ഞിരുന്ന സെയ്ഫ് അലംബ് ഖാന്റെ അടുത്ത് നിന്ന് ഉമാര് ചോറ് വയ്ക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങേര് ഉമാരെ കഷത്തി വെച്ച് ഇറക്കും. ഈ ചെങ്കടലിലേക്ക് വന്നിട്ട് രക്തത്തെ കുറിച്ച് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നോടാ. അണ്ണാ അവര് ചോരെന്നല്ല ചോറെന്നാണ് ചോദിച്ചത്. വിട എന്നിട്ട് എങ്ങനെയോ അവിടുന്ന് ചാവാതെ രക്ഷപ്പെട്ട അവർ ഇച്ചിരി കുളിസിയും കണ്ട് മനസമ്മാനം കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് കടലിൽ പോയിരിക്കും. അപ്പോണ്ടല്ലോ മുഖത്ത് ചെമ്മരിയാടിന്റെ രോമം വളർന്ന പ്രകാശ് രാജ് അവിടെ മെനഞ്ഞാന്ന് വന്ന് സ്ഥലം പിടിച്ചിരിക്കുകയാണ്. ആ കടലും കരയും സ്വന്തം കാവടിയല്ലാതെ പ്രകാശ് രാജ് അവിടെ വേറൊരു മനുഷ്യനെ പോലും കുറേ നാളായിട്ട് കണ്ടില്ല എന്ന് തോന്നുന്നത്. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന പ്രകാശ് രാജിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും തങ്കഞ്ചാടിന്റെ പുറകിലോട്ടുള്ള വഴി ഏതെന്ന്. അത് കേട്ടതും പ്രകാശ് രാജ് ഇവരൊരു ബോട്ടി വലിച്ചേറ്റ് ചുറ്റി കാണിച്ചിരാന്നും പറഞ്ഞ് അവിടേക്ക് കൊണ്ടിട്ട് കറക്കിയിട്ട് അവന്റെ കൈ കിടന്ന മോതിരം വാങ്ങിച്ച് കടലിൽ എറിയും. സ്രാവ് കടിച്ചാലും ഉണ്ടല്ലോ മോതിരം കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് അണ്ണ എടുത്ത് ആ വെള്ളത്തിലോട്ട് ഒരൊറ്റ ചാട്ടം. താഴെ ചെന്നപ്പോ പൈററ്റ്സ് ഓഫ് കരീബിയൻ സീൻ. അത് കണ്ടത് ശ്വാസം പോലും എടുക്കാൻ മറന്ന അണ്ണം പേടച്ചടിച്ച് മോളി വന്ന 500 സിനിമയ്ക്കുള്ള എക്സ്പ്രഷൻ മൊത്തം ഒറ്റ സീനിൽ അങ്ങനെ അങ്ങിട്ട്. ഗോയ്സ്, ഇതൊക്കെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പോലീസുകാർ ഇവിടെ വരുന്നത് പോലീസുകാരായിട്ടല്ല പകരം കൊള്ളക്കാരായിട്ടാണ് ഇവിടെ വരുന്നത്. ഈ നാട്ടിലുള്ളവർ കടലിന്റെ അടിയിൽ കൂടി ഒരു സ്മഗ്ലിംഗ് ചെയ്യാൻ ശേഷിയുള്ള കിടിലങ്ങളാണ് അത്രേ. സെയ്ഫ് അലിഖാനൊക്കെ പണ്ട് ഈ പ്രവൃത്തി ചെയ്തിരുന്ന കാലന്മാരാണ്. പക്ഷെ എന്തോ ഒരു പ്രത്യേക കാരണത്തിൽ അവർ ഈ പണി നിർത്തി. അതാണ് ഇനി നമ്മുടെ തള്ളുന്നപ്പം നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഈ കാണുന്ന മലയ്ക്ക് അപ്പുറത്ത് കുറെ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഉള്ളവർ വീരശൂര പരാക്രമികളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കപ്പലയ്ക്ക് കൊള്ളയടിച്ച് റോബിൻഹുഡ് കളിക്കുന്ന രാജ്യസ്നേഹികളായിരുന്നു അവർ. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൂടി അവർക്ക് പട്ടി വിലയായി. അങ്ങനെ ഇരിക്കെ ഒളിമ്പിക് ലെവൽ നീന്തൽക്കാരായ അവരുടെ സ്കില്ല് ഉപയോഗിക്കാൻ അന്യ നാട്ടിൽ നിന്നും വേറെ കുറച്ച് ടീമുകൾ എത്തി. ഇങ്ങനെയുള്ള കുറച്ച് ടീംസ് ഇവിടെ ഉണ്ടെന്ന് കവടി നേരത്തെ കണ്ടെത്തിയ വേറെ കുറെ ബോസുമാർ ഇവർക്ക് കുറച്ച് ചിക്കിളിങ് ഓഫർ ചെയ്ത് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന IT പ്രൊഫഷണൽസ് ആക്കി മാറ്റി. ആ കൂട്ടത്തിലെ 2 മെയിൻ തലവന്മാരാണ് സെയ്ഫ് അലംബ് ഖാനും ഗ്രാവിറ്റിയെ ഡീകോഡ് ചെയ്ത് കടൽ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ ചാടാൻ കഴിവുള്ള ജൂനിയർ എൻടിആറും. അതേസമയം മറ്റൊരിടത്ത് കടൽ വെള്ളത്തിൽ ലോങ് ജമ്പ് ചെയ്യാൻ കഴിവുള്ള 2 ലോകത്തിലെ വ്യക്തികൾ. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ 2ാമത്തെ അവരേത് ഇൻട്രോ ആയി പോയത്. 1ാം സ്ഥാനം വിജയണ്ണന്. അപ്പൊ ഈ കപ്പലിനകത്താണ് സ്മഗ്ലിംഗിന്റെ സാധനങ്ങളെല്ലാം ഉള്ളത്. ഈ ദേവരെ അടങ്ങുന്ന ടീമിൽ ഒരു കാര്യമില്ലാതെ വിളിച്ചുകൊണ്ട് മാത്രം അഭിനയിക്കാൻ വന്ന ഷൈൻഡോൺ ചാക്കോക്കെ ഉണ്ട്. എന്തിനാന്തോ ഇനി അങ്ങോട്ടുള്ള സീൻ മൊത്തം ഗ്രാവിറ്റിയെ ഡിവോഴ്സ് ചെയ്തുള്ള സ്റ്റണ്ടാണ്. ദേവരെ ഇവിടെ ഒന്ന് കറക്റ്റ് കണ്ടെയ്നർ വരെ കണ്ടെത്തുമ്പോ ബാക്കിയുള്ള ടീംസ് അവിടെ കയറിട്ട് വലിഞ്ഞ് കയറണേ ഉള്ളു. അല്ല ഈ ദേവര ഇതെങ്ങനെ നേരത്തെ എത്തി? ഒരാഴ്ച മുന്നേ നീ കടലിൽ ഇറങ്ങി ദേവരെ. ഷൈൻഡോമിനാണെങ്കിൽ തൂങ്ങാനൊന്നും വയ്യാത്ത പട്ടി എന്തിന് കയ്യാലേറാൻ പോണ? യുവമാരെല്ലാം കൂടി അതിനകത്ത് കേറിട്ട് അവിടെ മൊത്തം കിടന്ന് ഓടും. എന്തിനീ കിടന്ന് ഓടണ? ഓൾറെഡി ദേവരെ അത് കണ്ടുപിടിച്ചില്ല. അവന്റെ അടുത്ത് പോയി ചോദിക്കാതെ ഈ പഴങ്ങൾ. യുവമാർ ഇവിടെ കൊള്ളയടിക്കുന്ന സമയത്ത് ഉറക്കത്തിൽ കിടന്നപ്പോ അമ്മൂമ്മ വിളിച്ച് എണീപ്പിച്ച് വിട്ട മതി കൃത്യസമയത്ത് വെള്ള യൂണിഫോം ഇട്ട് നരേനും ടീമും അവിടെ വരും. ഇൻഫർമേഷൻ കിട്ടുന്ന ഇല്ലീഗൽ സാധനം ഏതോ കണ്ടെയ്നറിൽ ഒളിച്ചിരിക്കണമെന്ന്. പിന്നെ ഇവരും തമ്മിലുള്ള ഒളിച്ചുകളിയാണ് കുറെ നേരം. ഈ ദേവരത്തിന്റെ ടീമിന് പൂച്ചയുടെ പോലെ കാലും കയ്യൊക്കെയാണ്. ശബ്ദം ഉണ്ടാക്കാതെ ഓടാനും നടക്കാനും ഒക്കെ പറ്റും. തലേസര രാത്രി പരിപ്പ് മുട്ടയും കടലയും ഒരുമിച്ച് കഴിക്കാത്ത ഭാഗ്യം. എങ്കിൽ ശബ്ദം പുറത്തുവന്നേനെ. അവന്റെ തലയ്ക്ക് മുകളിൽ കൂടെ ഒരുത്ത ആടിപ്പോയിട്ട് ഒരു ചെറിയ കാറ്റ് പോലും ഇടിച്ചെന്ന് അവന് മനസ്സിലായില്ലല്ല. ഈ കപ്പപ്പഴത്തിനൊക്കെ ആരടാ കോസ്റ്റ് ഗാർഡ് എടുത്ത? ആ മുതുക്കന്മാര് മൊത്തം അവിടെ കിടന്ന് ഇത്ര നേരം പ്രകടന പത്രിക കാണിച്ചപ്പോ ഒരു ശബ്ദം ഇല്ലായിരുന്നു. ഒരു ചെറിയ കത്തിയ കണ്ടെയ്നറിൽ അടിച്ചപ്പം
ലോജിക്കിനെ കടലിൽ കളഞ്ഞ പടം. അതിനിടയിലെ ഇവിടെ ഇത്രയും കലാപം നടക്കുമ്പോഴേ കണ്ടെയ്നറിന്റെ മുകളിൽ കയറുന്ന ഷൈൻ ടോൺ ചൊക്കെ കഞ്ചാവ് വീടി വലിച്ച് രസിക്കണം. ഇങ്ങേർക്ക് ഇത് പുത്തിയില്ലാത്ത സീനാണ് തെലുങ്കന്മാര് ഒരു ചെയ്യാൻ കൊടുത്തത്. ഈ ദേവര ഈ ശൂന്യാകാശത്ത് ആര കെട്ടുപാടി അല്ല കെട്ട് ബക്കറ്റ് തൂങ്ങി ആടണ ആകാശത്ത് ആൽമരം പോലെ നട്ടു വെച്ചേക്കണ. എമ്മടിച്ച ക്രിയേറ്റിവിറ്റി കൂടുന്ന എഴുത്തുകാരന്റെ അടുത്ത് ആരാ പറഞ്ഞു ഇപ്പൊ സീൻ എഴുതുന്നപ്പോ ഇങ്ങനെയായി. അതും പോരാട്ട് അതിന്റെ ഇടയിൽ കൂടെ സെൽഫ് തൊലിയിക്കാൻ ഒരു കണ്ടെയ്നറിനകത്ത് കയറി ഒളിച്ചിരിക്കും. സ്വാഭാവികമായും കൃത്യസമയത്ത് നരേനും ടീമും അതേ കണ്ടെയ്നർ വന്ന് തുറക്കാൻ ശ്രമിക്കും. ഇത് അതേ കണ്ടെയ്നറിന്റെ മുകളിലിരുന്ന് POV കണ്ടോണ്ടിരുന്ന ദേവര ഒരു ബുദ്ധി കാണിക്കും. അമ്മുമ്മ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി കൊടുത്ത കയ്യിലിരിക്കുന്ന ടോർച്ചിന്റെ അടുത്ത് ഒരൊറ്റ ഏറി എന്തോ ശബ്ദം കേട്ട ഈ മൊണ്ണക്കൂട്ട എല്ലാം കൂടി ഓടി ആ ടോർച്ചിന്റെ അടുത്ത് ചെന്ന് വായി നോക്കി നിൽക്കും. ഒരു മൊണ്ണ ഏണിയിൽ വലിഞ്ഞ് പകതൂര കയറിട്ട് അവന്മാർ ഈ ശബ്ദം കേട്ടപ്പോ ഇറങ്ങി അവന്മാരെ കൂടെ ഓടും. പഴത്തൊലിയന്മാര്. എന്തായാലും ആ സമയം കൊണ്ട് സെയ്ഫ് അലിഖാനെ രക്ഷിച്ച് എടുത്ത് വെള്ളത്തിൽ എറിഞ്ഞ് എൻ്റെ കൃത്യമായിട്ട് വെള്ളത്തിൽ വന്ന് ലാൻഡ് ചെയ്യും. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് ബോസിന് കൊടുത്ത് കായ് വാങ്ങിക്കും. പക്ഷെങ്കിൽ ദേവര വ്യത്യസ്തനാണ്. കൊച്ചു പിള്ളേരൊക്കെ ഈ പണിക്ക് കൊണ്ടുവരുന്ന ദേവരക്ക് ഇഷ്ടമല്ല. മാത്രമല്ല സ്വന്തം കുടുംബം കഴിഞ്ഞിട്ട് അണ്ണന് വേറെ ആരേ ഉള്ളൂ. ദേവരുടെ അമ്മച്ചയാണെങ്കിൽ ദേവരല്ലാതെ ഉറങ്ങത്തോലും ഇല്ല. ഉള്ള മരണം മൊത്തം കണ്ട് ചാക്കാലടങ്ങാത്ത കിളവി ഇരിക്കണം അങ്ങനെ. പിന്നെയുണ്ട് വേറെ പാസം കാണിക്കൽ സീനൊക്കെ. കൂട്ടുകാരന്റെ മകനെ വിദ്യാഭ്യാസ ചെലവൊക്കെ നോക്കി പഠിപ്പിച്ച് വലിയ ആളാക്കാനൊക്കെ ശ്രമിക്കുന്നത് ദേവരയാണ്. അതിന്റെ ഇടയിൽ കൂടെ ദേവരുടെ മകനും സെൽഫ് അലമ്പുകാരന്റെ മകനും കൂടി ഒരു ഇടിയൊക്കെ ഉണ്ട്. ഒരു കുരുത്തുരുമ്പ് പെണ്ണിന്റെ വാക്കം കേട്ട് രണ്ടും കൂടെ കിടന്ന് ഇടികൂടി അവസാനം ദേവരുടെ മോനെ ഇടിച്ചവ ഇളക്കും. ഒണ്ണച്ചകന് മിണ്ടാതെ അവിടെ വായും വെച്ചിരുന്നാ പോരായിരുന്ന. ശേഷം സീൻ കട്ടയെ കാണിക്കുന്ന അവിടെ ഒരു ആയുധ പൂജ എല്ലാ കൊല്ലം നടക്കുന്നുണ്ടേ. ആയുധ പൂജ എന്നൊക്കെ പറയുമ്പോ ആഘോഷമാണല്ലോ. ആഘോഷമാണെങ്കിൽ പാട്ടും ഡാൻസും ഒക്കെ വേണ്ടേ. അങ്ങനെ അവിടെ ആകെ മൊത്തം ബഹളമാണ്. ആ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫൈറ്റ്. കൂട്ടത്തുള്ള എല്ലാരും 5 മിനിറ്റ് കൊണ്ട് ഫൈറ്റ് തീർത്ത സെയ്ഫ് അലിഖാനും എൻ്റെ കൂടി രാത്രി തുടങ്ങിയ ഫൈറ്റ് രാവിലെ നിന്ന് അടികൂടി കളയും. അല്ല ഇതിപ്പോ എന്ത് ടർക്കിഷ് സ്റ്റാമ്പ് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഉമാർക്ക് ഇത്രയും സ്റ്റാമിന? അത് ചുമ്മാ യുവമാരും മാത്രം. ആ നാട്ടിലുള്ള എല്ലാരും കളി തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ഉറക്കം പോലും ഉറങ്ങാതെ ഒരേപോലെ ഒറ്റയിരിപ്പ് നിന്ന് പ്രോത്സാഹിപ്പിച്ചളയും. കാലുകാഴ്ച ഒന്നും ഇരിക്കാൻ പോലും ഇല്ല നോമാരി. ഫൈറ്റ് ഒക്കെ ഫുള്ള് അമാനുഷികമാണ്. കൈ തോർത്ത് കെട്ടി അതിൽ തീട്ടൊക്കെ അടികൂടി കളയും. ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയ എൻ്റെ ഒരു ഭീകര സ്വപ്നം കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട കാരണം അതിന്റെ കാരണം അറിയാനായിട്ട് ഗ്രാമത്തിലെ മെയിൻ ഒസാത്തിയുടെ അടുത്ത് വന്ന് ചോദിക്കും. അവരാണെങ്കിൽ ദക്ഷിണ പോലും വാങ്ങാത്ത ദേവരെ കൂടുതൽ പേടിപ്പിച്ചങ്ങ് അവിടുന്ന് സീൻ കട്ടായി ഒരു ബസ്സിൽ പുളകം കൊണ്ട് യാത്ര ചെയ്ത യാത്രക്കാരെ കാണിക്കും. പെട്ടെന്ന് ആരോ ബസ്സിന് ബോംബിട്ട് എല്ലാരും കൊല്ലും. അക്കൂട്ടത്തിൽ മറ്റേ പയരുണ്ട് ദേവരെ ചൊള ഇറക്കി പഠിപ്പിച്ച് വലുതാക്കാൻ ശ്രമിച്ച ആ ചെറുക്കൻ. അവനും ആ ബോംബ് സ്ഫോടനത്തിൽ സത്തുപോകും. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു ഡീലിനായി നമ്മൾ ഡീലർമാർ വരും. പക്ഷെ ഇത്തവണ ദേവരെ പറയും കോസ്റ്റ് ഗാർഡ് 16ന്റെ പണി തരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം, ഇത്തവണ നമ്മൾ പോണില്ല എന്ന്. പക്ഷെങ്കിൽ ദേവരുടെ വാക്കിന് പട്ടിത്താറ്റും പരിഹാസമില്ലാതെ അവിടെ എന്ത് കിട്ടാൻ. സെയ്ഫ് അലിഖാനും ബാക്കിയുള്ള ടീമും കൂടി നമ്മൾ ഈ പണി ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും. അപ്പൊ നമ്മളൊരു ദേവര ഈ പണിക്ക് ഇനി പോകില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ദേവര ആദ്യമേ അങ്ങ് പോകും. എന്നിട്ട് വള്ളത്തിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കുകയും ചെയ്യും. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത്തവണ എല്ലാവരെയും നരേനും ടീമും അങ്ങ് കയ്യോടെ പോക്കും. എന്നിട്ട് ഉമാരൊക്കെ വെടിവെച്ച് കൊല്ലുന്നതിന് പകരം 6000 പേജുള്ള ഏതോ പുസ്തകത്തിൽ നിന്ന് കാണാതെ പഠിച്ച പോലെ നീണ്ടൊരു ഉപദേശം അങ്ങ് കൊടുക്കും. ഉപദേശം കേട്ട് സൈകട സെൽഫ് അലമ്പുകാരും ടീമും ഉമാരെ എല്ലാരും കയറിങ്ങ് വെട്ടും. പക്ഷെ ദേവർ അനങ്ങൂല. ദേവർ ആ സത്യം കേട്ട് സ്തംഭിച്ചിരിക്കുകയാണ്. നേരത്തെ ബോംബൂട്ടിയ ചെറുക്ക ഉൾപ്പെടെ കുറെ പേര് മരിച്ചില്ല. ആദ്യം ഉമാര് കടത്തിക്കൊണ്ടുവന്ന സ്മഗ്ലിംഗ് സാധനത്തിനകത്തൂടെയാണ് ഈ വെപ്പൺസ് ഒക്കെ വരണേന്ന്. പെട്ടെന്ന് ജിന്ന് കയറിയ പോലെ ഹാലിളകിയ ദേവനെ സ്വന്തം ടീമിനെ എതിർത്ത് അവിടെയുള്ള എല്ലാം വരെ അങ്ങ് രക്ഷിക്കാൻ നോക്കും. സെൽഫ് അലമ്പുകാരെയും ടീമിനെയൊക്കെ ഇടിച്ച് തെറിപ്പിക്കും. എന്നിട്ട് സെൽഫ് അലമ്പുകാരന്റെ കഴുത്തിന് കത്തി വെക്കും. ശേഷം ഉണ്ടല്ലോ സെയ്ഫ് അലിഖാൻ ചരക്കോട്ട് മുതലാളിയുടെ അടുത്ത് എത്തുമ്പോ ദേവരങ്ങ് പറയും സാധനത്തിൽ കൈവച്ചാ കൈ ഞാൻ വിട്ടുവന്ന്. ഇനി മേലെ ഒറ്റ ഈ കൊള്ളപ്പണിക്ക് ഇവിടെ വരെയും ചെയ്യില്ല, ഇവിടെ നിന്ന് ആരും പോകുകയും ചെയ്യില്ല. അങ്ങനെ ഒരു കട്ടള അങ്ങ് ഇട്ട് കൊടുക്കും. ഇത് കേട്ടതും കൂട്ടത്തിലുള്ള ഒരു അരമണ്ടൻ ദേവരുടെ അടുത്ത് നിന്ന് മൊണ്ണത്തരം അടിച്ചു കൊടുക്കും. എടുത്ത് പിടിച്ച് കുളിച്ചിരുത്തി മുതുകത്ത് തന്റെ ഒപ്പിട്ട് വെക്കും. ദേവര എഴുതാനും വായിക്കാനും നല്ലോണം അറിയാത്തോണ്ട് ദേവരക്ക് എക്സാംസർ മാത്രമേ അറിയാവൂ. അതുകൊണ്ട് എക്സാംസറിൽ എക്സാമിന്റെ മുതുകത്ത് വരച്ചങ്ങ് വെക്കും. എന്നിട്ട് തട്ടിക്കൊണ്ടുവന്ന 2000 കിലോയുള്ള കണ്ടെയ്നർ 4 മല്ലന്മാരെ ആ മെറ്റിൽ തറയെ കൂടെ നിരക്കിക്കൊണ്ടുപോയി തറയിട്ട് പൊട്ടിക്കും. ദേവരെ അറിയാല, ദേവരയുടെ ഒരു ഇടി എന്നൊക്കെ പറഞ്ഞ ഒരു കിൻഡൽ ഇടിയാണ്. അവന്റെ ഒരു കൈമിറ്റ പക്ഷെങ്കിൽ അനുസരണശീലം പണ്ടേ ഇല്ലാത്ത ബാക്കി ടീംസ് ദേവരുടെ വാക്ക് മറികടന്ന് വീണ്ടും കടലിൽ സ്മഗ്ലിംഗിന് അങ്ങ് ഇറങ്ങും. അപ്പൊ നോക്കിയാണ്ടോ അതാ എവിടെ നോക്കിയാലും ദേവര, തിരിഞ്ഞു നോക്കിയാലും ദേവര, മറിഞ്ഞു നോക്കിയാലും ദേവര, അവിടെ നോക്കിയാലും ദേവര, ഇവിടെ നോക്കിയാലും ദേവര. എന്നിട്ടും ധിക്കാരികളായ കുറച്ചുപേരുടെ മുതുകത്ത് വരച്ചു വിടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ തക്കമ്മത് ദേവരെ കൊല്ലം നോക്കിയിരിക്കുന്ന സെയ്ഫ് അലിഖാന് കടലിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ആ ഐഡിയനെ പൊക്കിയെടുത്ത് നേരെ ദേ ഈ ഇണന്റെ അടുത്ത് ചെല്ലും. അങ്ങേരെ പെങ്ങളാണിത്. കണ്ണിന്റെ ഫ്യൂസ് പണ്ടേ അടിച്ചു പോയതാണ്. കടലിൽ ചാടി ചാവാൻ നോക്കി കല്യാണം നടക്കാത്തോണ്ട്. സോ
സാഡ്, തീരെ ഫെമിനിസ്റ്റ് അല്ലാത്ത കുട്ടി. അലമ്പക ഉടനെ തന്നെ ഈ അവസരം മുതലെടുത്ത് ഈ കുട്ടിയെ തന്റെ സഹോദരനെ കൊണ്ട് കെട്ടിച്ചോളന്ന ഒരു വാക്കം കൊടുത്ത് പടയെന്നും പറഞ്ഞത് കല്യാണം പറയാൻ കൊണ്ടെത്തിക്കി. പക്ഷെങ്കിൽ ആളിന്റെ മെയിൻ പരിപാടി ഇതൊന്നുമല്ല. ഈ പേരും പറഞ്ഞ ദേവരനെ വിളിച്ചു വരുത്തി ബെക്കാടി കാട്ടാ ബ്ലാക്കിൽ ജവാൻ ഒഴിച്ചു കൊടുത്ത് പിടുത്തമാക്കി വെട്ടി കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെങ്കിൽ നിനക്ക് തെറ്റി ആക്രാന്ത ശക്തിയുള്ള ദേവരെയൊന്നും തൊടാൻ പോലും നിനക്ക് പറ്റൂല. കൊല്ലാൻ വന്ന മല്ലന്മാരെ ദേവരെ കറങ്ങി അടിച്ച് കറക്കത്തേക്ക് വരച്ച് എന്തിനു വേണ്ടി അഭിനയിച്ച ഷൈൻ ടോൺ ചാക്കോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. എന്നിട്ട് എല്ലാരെയും കടലിൽ കൊണ്ട് എക്സ് പോലെ കുത്തി വെച്ചിട്ട് ഒരു കല്ലിൽ തന്റെ റെസ്യൂമിന്റെ കോപ്പി എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് തടി വെപ്പും. തുണിയലക്കാനും തൂവും കഴുകാനും അല്ലാതെ ഈ കടലിൽ ഇനി ഏവനങ്ങളിൽ ഇറങ്ങിയെന്ന് അറിഞ്ഞ അവനെയൊക്കെ കായികമായും നിയമപരമായും നേരിടും എഴുതി വെച്ചിട്ടാണ് സ്കൂട്ടായത്. അതിനുശേഷം 12 വർഷങ്ങൾ ഒലിച്ചു പോകുന്നു. ദേവരയെ കൊല്ലാൻ പറ്റാതെ പ്രാന്തകരെ ശൈബലി ഖാൻ കണ്ണിൽ സുറുമൊക്കെ എഴുതി കൊച്ചു പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ദേവരെന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ നിന്നാക്കി എടുക്കുന്നു. ഓരോ നിമിഷവും ഞാൻ ദേവരെ ഓർത്തിട്ട് രക്തം തെറിക്കുന്നവരെ അടിച്ചു വൈരാ. അതേസമയം അന്നേ 80 വയസ്സുള്ള അമ്മച്ചി ഇന്ന് 12 വർഷം കഴിഞ്ഞിട്ടും 92 ആയിട്ടും ചാവാതെ ദേവരെ കാണാനായിട്ട് അന്ത്യശ്വാസം വലിച്ച് കിടക്കുകയാണ്. ഈ വിവരം ടെലിഗ്രാമിൽ SMS സീരീസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കയറിയ ദേവരെ എങ്ങനെയോ അറിയുന്നു. അങ്ങനെ അമ്മച്ചി കാണാൻ ദേവരെ വരുന്നു എന്ന് പറഞ്ഞ ശേഖരനും പിള്ളേരും ദേവരെ പണഭാരം ഓട്ടിച്ച് ദേവരെ അവിടെ നിന്ന് 6:60 വലിച്ചെറുക്കുന്നു. ഇനി മതി. ഇനി നമുക്ക് ഇതിലെ നായികനെ പരിചയപ്പെടാം. രാജപ്പന്റെ മകൾ തങ്കം AKA ജാൻവി കപൂർ. സീൻ കാണിക്കാനും കൊഞ്ചിക്കുഴയാനും ക്രിഞ്ച് ഡയലോഗ് അടിക്കാനും കോടികൾ പ്രതിഫലം വാങ്ങിച്ച് അഭിനയിച്ച ഒരു നായിക. ആകെ ഉപയോഗം കുറച്ച് കുളിസീനും കാണാം, കുറച്ച് ഹോട്ട് സീനും കാണാം, പിന്നെ കുറച്ച് പാട്ടും കാണാം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളത്. അർദ്ധനഗ്നയെ ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുന്നതാണ് മെയിൻ പരിപാടി. തന്റെ അംഗലാവണ്യങ്ങളൊക്കെ വളച്ചൊടിച്ച് കാണിച്ച് തിയേറ്ററിലിരുന്ന പുരുഷഗണങ്ങൾക്ക് എല്ലിന്റെ എണ്ണം കൂട്ടുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പിന്നെ ഇവളൊരു പ്രത്യേക സൈക്കോണ്. ആ നാട്ടിൽ ഇവളെ കെട്ടുന്നവരെ ഒരൊറ്റ പെണ്ണുങ്ങളെ കെട്ടാ ഇവള് സമ്മതിക്കൂല. പുരുഷനെ കണ്ടെത്തുന്നത് വരെ എനിക്ക് വേണ്ടി മറ്റുള്ള പെൺകുട്ടികളൊന്ന് കാത്തിരുന്നോട്ടെ. അല്ലത് എന്ത് സൈക്കോയാണിത്. പക്ഷെങ്കിൽ ഇവൾക്ക് നമ്മളെ ദേവരുടെ പയ്യന് ഭയങ്കര ഇഷ്ടമാണ്. ദേവരുടെ പയ്യൻ അല്ല വര. വരയുടെ മകൻ വര. ഇനി ഒരു മോളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ രാ എന്ന് പേരിട്ടനെ. ഇവൻ ദേവരെ പോലെയല്ല, വെറും പേടിത്തൊണ്ടനും ഷണ്ണനുമാണ്. എക്സെപ്റ്റ് ഇൻ എനിവേ ഇവരുടെ കുറെ റൊമാന്റിക് സീൻ, ജാൻവിയുടെ കുറെ കുളി സീനൊക്കെ കണ്ട് ഹാർഡായിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ദേവരെ കണ്ടുപിടിച്ച് കൊല്ലാൻ അലിഖാനും പിള്ളേരും വീണ്ടും കടലിലേക്ക് ഇറങ്ങാൻ പോകുന്നു സ്മഗ്ലിങ്ങിന് വേണ്ടി. അതിൽ ഭീഷണിപ്പെടുത്തി വരയും കൊണ്ടുപോകുന്നു. ശേഷം അവർ കടലിൽ ബോട്ടിൽ പോയി സ്മഗ്ലിങ് ചെയ്യുമ്പോൾ ദാ വരുന്നു നമ്മുടെ ദേവര. കടലിന് അടിയിൽ കൂടെ വന്ന് എല്ലാത്തിനും മുതുകത്ത് ഒപ്പിട്ട് കളിക്കുന്ന ദേവരെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് വരയുടെ അമ്മ ഓടി പ്രകാശരാജിന്റെ അടുത്ത് നിന്ന് പറയും വര കടലിൽ പോയി. അവനെയും ചേർത്ത് ദേവരെ കൊല്ലി, എന്തേലും ഒരു സൊല്യൂഷൻ പറഞ്ഞ് താന്ന. അപ്പോഴാണ് അപരാധ സത്യം അങ്ങേര് തുറന്നു പറയുന്നത്. ദേവരെയൊക്കെ പണ്ടേ സമാപ്തിയായി ആ ലാസ്റ്റ് നടന്ന ഫൈറ്റില്. CV ഒക്കെ പെയിന്റ് ചെയ്ത് വെച്ചില്ലേ. ദേവരെ എന്ന് പറഞ്ഞ ആൾക്കാരെ മൊത്തം കൊല്ലണ സൈക്കോ അത് മറ്റാരുമല്ല, അത് വരയാണ്. വര. അതേസമയം ഇങ്ങ് കടാപ്പുറത്ത് അതിന്റെ ഇടയ്ക്ക് പെണ്ണും പുള്ളിക്ക് മണ്ണെണ്ണ വാങ്ങാൻ പോയ ഒരു സ്രാവ് ശ്വാസം മുട്ടി പ്രാന്തീരുന്ന വരയുടെ വായി ചെന്ന് കയറി കൊടുക്കും. ചോര മണം മണ്ടേ കയറി ഹൈ ആയ ദേവര സ്രാവിന്റെ മൂക്കിലൂടെ കയറിട്ട് അതിനെ കുതിരയാക്കി കടലയുടെ ഓടിച്ച് എല്ലാവരെയും മുതുകത്ത് വരയിടും. അവസാനം എല്ലാരും വരഞ്ഞു കയറി ഒരു 1000 കിലോ മൊത്തത്തിൽ ടൈറ്റ് ആവാത്ത 2 കൊച്ചം കയറി കെട്ടി വലിച്ച് കരയെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്തത് താനാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ സ്വയം എക്സ് വരച്ച് അവിടെ മറിഞ്ഞടിച്ച് വീഴും. ഇനി ബാഹുബലി കണ്ട് ഇൻസ്പയർ ആയ എഴുത്തുകാരെ ഇത്രയും ഉജ്ജ്വലമായ ദേവരെ കൊല്ല ആർക്കാണ് കഴുകുമെന്ന ടിസ്റ്റ് അങ്ങ് പുറത്തുവിടും. അതും മറ്റാരുമല്ല ദേവരുടെ മകൻ വര. അല്ല ഞാൻ ചോദിച്ചത് എതിയെ പറ്റിയാണല്ലോ. നിങ്ങളത് എന്തോന്ന് പറഞ്ഞാളവാ. പടം പിടിച്ചതപ്പോ ഡയറക്ടർ അക്കാര്യം അങ്ങ് മറന്നുപോയി. ഇനി ബാക്കി അവരത് ഇല്ലാത്ത അടുത്ത സെക്കൻഡ് പാർട്ടിൽ. അപ്പൊ ശരി ഗൈസ്, ചലച്ചിത്ര അപരാധ ഹോ ഗയാ.